നമ്മുടെ ആവി പറക്കുന്ന ചീരച്ചേമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എ വെരി ഗുഡ് മോർണിംഗ് ടു ആൾ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു സ്പെഷ്യൽ ചീരയാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ചേമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. വേറൊന്നുമല്ല, ഇതാണ് ചീരച്ചേമ്പ്. നിങ്ങൾ കാണുന്നുണ്ടാവും. ചേമ്പ് നമ്മളിങ്ങനെ കണ്ടാൽ ഇത് ചേമ്പ് പോലെ ഇരിക്കും, എന്നാലോ നമ്മുടെ ചീരയുടെ അതേ ഗുണങ്ങളാണ് ഇതിനുള്ളത്. ഒരുപാട് ഫൈബേഴ്സും വിറ്റാമിൻ എയും ഒക്കെ അടങ്ങിയ ഒരു ഇലവർഗ്ഗമാണ് കേട്ടോ ഇത്. ഈ ചേമ്പ് ഇതാണ്ടോ മുളച്ച് വന്നിട്ടുള്ളത്. പുതിയ ചേമ്പിൻ്റെ തൈകൾ വരുന്നുണ്ട്. ഈ തൈ വേണം പറിച്ച് നടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ചേമ്പിൻ്റെ അടിയിൽ കിഴങ്ങുണ്ടാവില്ല. ഈ തൈ നട്ടാൽ മാത്രമേ നമുക്ക് അടുത്ത ചേമ്പ് ഉണ്ടാവുകയുള്ളൂ. ഇത് ഞാൻ ഓൺലൈനിൽ എനിക്ക് കിട്ടിയതാണ്. എൻ്റെ കൃഷി ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ഒരു കർഷക എനിക്ക് അയച്ചു തന്നതാണ്. ഫ്രീ ആയിട്ട് അവരെനിക്ക് അയച്ചു തന്നതാണ് 2 ചീരച്ചേമ്പിൻ്റെ തൈ. അതുപോലെ തന്നെ എൻ്റെ ഓർണമെൻ്റൽ പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, അത് രണ്ടും അവർ അയച്ചു തന്നതാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് സാധാരണ ഒരു കവറിലാണ്. കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ ടൈമിലായിരുന്നു കേട്ടോ ഇത് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഗ്രോ ബാഗൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ ഇത് മാറ്റുകയും ചെയ്തില്ല. ഇനി എന്തായാലും ഇത് പുതിയ തൈയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ തൈകൾ നമുക്ക് പറിച്ചിട്ട് നല്ലൊരു ഗ്രോ ബാഗിലോട്ട് മാറ്റണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1 വർഷമായി. ഇത് നമ്മൾ സാധാരണ അരി കടയിൽ നിന്ന് നമ്മൾ ലൂസായിട്ട് അരി വാങ്ങിക്കുമല്ലോ, അങ്ങനെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറാണ്. ഇത്രയും നിന്നു ഈ കവറ്. എന്തായാലും ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ചീരച്ചേമ്പ്. ഈ ചീരച്ചേമ്പിൻ്റെ ഇത് കണ്ടില്ലേ ഇല, സാധാരണ ചേമ്പിൻ്റെ ഇല പോലെ തന്നെയാണിത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ തണ്ട്, ഈ രണ്ടും നമുക്ക് തോരൻ ഉപയോഗിക്കാനോ കറിയിലോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ചീരച്ചേമ്പിൻ്റെ തോരനായാലും നമ്മളിത് ഉപയോഗിച്ചിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ചീരച്ചേമ്പ് ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ തോരനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ചീരച്ചേമ്പ് തോരൻ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ചീരച്ചേമ്പിൻ്റെ തണ്ടും ഇലയും കൂടിയിട്ട് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് മണ്ണിൽ ഈ കവറിൽ വെച്ചുകൊണ്ടാണ് ഇത് തണ്ടും ഇതിൻ്റെ ഇലയൊന്നും അധികം വലിപ്പം വരാത്തത്. ഇത് മണ്ണിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വലിപ്പത്തിലുള്ള ഇലകൾ തന്നെ കിട്ടും കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ ഏതായാലും പുതിയ തൈകൾ വരുന്നുണ്ടല്ലോ ഇതിന്ന്. അപ്പോൾ ഈ പുതിയ തൈകളെ ഞാൻ മണ്ണിലോട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാൻ ഈ തണ്ടും ഇലയൊക്കെ പറിച്ചെടുക്കുകയാണേ. ഇപ്പോൾ നമ്മുടെ ചേമ്പ് ഞാനിവിടെ തണ്ടോടുകൂടെ തന്നെ പറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാം. ഫ്രണ്ട്സ്, ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചീരച്ചേമ്പിനെ. ഇതിൻ്റെ പുറത്തുള്ളൊരു തൊലി ഉണ്ടാവുമല്ലോ, അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കുക വേണ്ടത്. വലിയ പീസുകളൊന്നും വേണ്ട, ചെറുതാക്കിയിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കാം. നമുക്കിതിനെ ചെറുതാക്കിയിട്ട് തന്നെ ഇതുപോലെ മുറിച്ചെടുക്കാം. ഒരുപാട് ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട് കിട്ടും നമ്മുടെ ഈ ചീരയിൽ. നമ്മുടെ ഭക്ഷണത്തിൽ ഡെയിലി ഒരു ഇലക്കറിയൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഒരുപാട് കഴിക്കണം എന്നില്ല, ഒരു 2-3 ടേബിൾ സ്പൂൺ, ഒരു ഹാഫ് ബൗളൊക്കെ ഇലക്കറി കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ തണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇലയും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇലയൊക്കെ കഴിയുന്നത്ര ചെറുതാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടായിരുന്നു ചീരച്ചേമ്പിനെ പറ്റിയിട്ട് കേട്ടിരുന്നത്. കൃഷി ഗ്രൂപ്പിൽ വെച്ചിട്ടാണ് കേട്ടത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു ചീരച്ചേമ്പിൻ്റെ തൈ വേണം എന്നുള്ളത്. അങ്ങനെ ചീരച്ചേമ്പിൻ്റെ തൈ എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഞാൻ വീക്ക്ലി വൺസ്, എനിക്ക് ആകെ 2 തൈയേ ഉള്ളൂ, നിങ്ങൾ കണ്ടില്ലേ. അതിൽ നിന്ന് തന്നെ എനിക്ക് വീക്ക്ലി വൺസ് ഒരു ചെറിയൊരു തോരനൊക്കെ വെക്കാനുള്ള ഇല കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പുതുതായിട്ട് തൈകൾ വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ. അപ്പോൾ ഞാനിനി ഈ തൈകളൊക്കെ മാറ്റി നടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ തോരൻ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഈ ഇലകൾ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് നീളത്തിലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇലയും തണ്ടും മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിന് ചേമ്പ് എന്നുള്ള പേരും ഷേപ്പും മാത്രമേ ഉള്ളൂ, ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇതിൻ്റെ തണ്ടും ഇലയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള ചോപ്പ് ചെയ്തിട്ടുണ്ട്. സവാളക്ക് പകരമായിട്ട് നമുക്ക് ചെറിയുള്ളി എടുക്കാം കേട്ടോ. ചെറിയുള്ളി ആകുമ്പോൾ ഏകദേശം ഒരു 10 എണ്ണം വേണ്ടി വരും. പിന്നെ പച്ചമുളക് എടുക്കാം, 1-2 എടുക്കാം. കാന്താരി മുളകാണെങ്കിൽ അതായാലും മതി. പിന്നെ ഇവിടെ ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെളുത്തുള്ളിയാണ്, ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. സാധാരണ ഞാൻ ഇലക്കറികളിലൊക്കെ വെളുത്തുള്ളിയെ ചേർക്കാറ്. ഇനി ഇതിന് പകരമായിട്ട് ഇഞ്ചിയുടെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ ഇഞ്ചി ഉപയോഗിക്കാം കേട്ടോ. ഇനി വേണമെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചീരച്ചേമ്പാണ് ഞാൻ ഇതിലോട്ട് ചേർക്കണം.
ഇനി വേണമെങ്കിൽ കറിവേപ്പില ഇവിടെ ചേർക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് വറവ് റെഡിയാക്കി എടുക്കുമല്ലോ, ആ സമയത്ത് കറിവേപ്പില ചേർത്താൽ മതി. അടുത്തതായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഉപ്പ് കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഉപ്പ് ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഈ ചീര ഒന്ന് ചുങ്ങി വരും വെന്ത് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചേർത്ത ഉപ്പ് അധികമായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച്, നമുക്ക് ഏകദേശം എത്ര വേണോ അതിൽ കുറച്ചിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി ചീര പകുതിയിലധികം കുക്കായതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ചീര എന്നല്ല, ഏത് ഇലക്കറിയാണെങ്കിലും നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത് ഉപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഉപ്പ് അധികം ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചീരച്ചേമ്പിൻ്റെ മിക്സ്. ഇനി ഇത് ഒരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് തോരന് റെഡിയാക്കി എടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീരച്ചേമ്പ് തോരനാണിത്. ഇവിടെ ഞാനൊരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലോട്ട്. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് കടുക് ചേർക്കാം. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 1-2 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ചീര ചേർക്കാം. ഈ വറവുമായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കഴുകിയ വെള്ളം തന്നെ ഉണ്ട് ഈ ചീരയിൽ ഓൾറെഡി. പിന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് ചീര നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുന്നതെങ്കിൽ, നമ്മുടെ ചീര ചേമ്പ് ചോപ്പ് ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇവിടെ ചെയ്യാം. ഇവിടെ ഞാൻ എന്തായാലും വെള്ളം ഒഴിക്കുന്നില്ല, ഓൾറെഡി നമ്മുടെ ഈ ചീരച്ചേമ്പ് കഴുകിയ വെള്ളമുണ്ട്. അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ചിട്ട് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിരിക്കുക കേട്ടോ ഇവിടെ. അപ്പോൾ ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക മാത്രം ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ ചീരച്ചേമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാന് തുറന്ന് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഡെലീഷ്യസ് ആയിട്ടുള്ള ചീരച്ചേമ്പ് തോരനാണ്. ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ പൊസിഷനിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ പാൻ ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മുടെ തോരനെ ഞാൻ സെർവിങ് ഡിഷിലോട്ട് മാറ്റണേ. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ചീരച്ചേമ്പ് തോരനാട്ടോ ഇത്. ചേമ്പിൻ്റെ തണ്ടുണ്ടാവും, ചീരയുണ്ടാവും, ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി വേണമെങ്കിൽ ഇതിൽ മുട്ടയൊക്കെ ചേർത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ചേർത്താൽ മതി. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ ചീരച്ചേമ്പ് തോരൻ. ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.